ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. താൻ മരിച്ചാൽ തന്റെ കയ്യിലുള്ള സ്വത്തിന്റെ 90% ലോ കോസ്റ്റ് S&P 500 ഇൻഡെക്സ് ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന്. ആൾ ആരാണെന്ന് അറിയോ? മറ്റാരുമല്ല, നമ്മളിൽ പലരും ഇൻവെസ്റ്റ്മെന്റ് ഗുരുവായിട്ട് കാണുന്ന വാരൻ ബഫറ്റ് ആണ്. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് മാനേജ് ചെയ്ത ഒരാൾ, ലോകത്തിൽ തന്നെ സ്മാർട്ടസ്റ്റ് ഇൻവെസ്റ്റർ. ഇന്ന് ഇവിടെ നമ്മളിൽ പലരും ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ടോപ്പ് പെർഫോമൻസിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചൂസ് ചെയ്തത് ഒരു സിമ്പിൾ ഇൻഡെക്സ് ഫണ്ടിനെയാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഇത്രയ്ക്കധികം പൈസ ഉണ്ടാക്കിയ ആളെന്തിനാ ഇൻഡെക്സ് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതറിയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡെക്സ് ഫണ്ട് എന്താണെന്നാണ്. കാരണം അതറിഞ്ഞാലല്ലേ എന്തിനത് ചൂസ് ചെയ്യണം എന്നറിഞ്ഞിട്ട് കാര്യമുള്ളൂ. ഈ വീഡിയോ അവസാനം വരെ കണ്ട ഇപ്പൊ പറഞ്ഞ എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്ക് 100 കണക്കിന് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചിലത് ഹൈ മൊമെന്റം സ്റ്റോക്കുകളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, മറ്റ് ചിലത് മൾട്ടി ബാഗർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോക്സിനെ തിരഞ്ഞുകൊണ്ടിരിക്കും. വലിയ വലിയ റിട്ടേൺസ് കിട്ടും, പക്ഷെ അതുപോലെ തന്നെ അവിടെ റിസ്ക്കും നമുക്ക് കൂടുതലായിരിക്കും. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് എൻഡിലാണ് ആക്ച്വലി ഇൻഡെക്സ് ഫണ്ട് നിൽക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഇൻഡെക്സ് എന്ന് ആദ്യം പറയാം. ഇന്ത്യയിൽ ആയിരക്കണക്കിന് സ്റ്റോക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഈ ഓരോ സ്റ്റോക്സിന്റെയും പെർഫോമൻസ് ഇൻഡിവിജ്വലി നോക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവിടെയാണ് ആക്ച്വലി ഇൻഡെക്സിന്റെ പ്രസക്തി വരുന്നത്. ഇൻഡെക്സ് എന്നത് ഒരു മാർക്കറ്റിന്റെ ഓവറോൾ പെർഫോമൻസിനെ കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം. NSE എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അവരൊരു കാര്യം ചെയ്തു, ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 കമ്പനീസിനെടുത്ത് ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റി. അതായത് റിലയൻസ്, HDFC ബാങ്ക്, TCS എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 കമ്പനീസിനെടുത്ത് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റി. ഇതേ നിഫ്റ്റി 50 ഈ പറഞ്ഞ 50 സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ ഒരു ഒറ്റ നമ്പറിൽ നമുക്ക് കാണിച്ചു തരും. ഈ നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ആണ്. ഇന്ന് അതിന്റെ വാല്യൂ 25,000 ആണെന്ന് വിചാരിക്കാം. ഈ 50 കമ്പനീസും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നാളെ ഇതിന്റെ വാല്യൂ കൂടി 25,200 ആവാം. നേരെ മറിച്ച് ഈ 50 കമ്പനീസ് പെർഫോം ചെയ്യുന്നത് മോശമായിട്ടാണെങ്കിൽ ഇതേ ഇൻഡെക്സിന്റെ വാല്യൂ കുറഞ്ഞ് 24,800 ആവാം. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഒരൊറ്റ നമ്പർ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ചില പ്രധാന കമ്പനികളുടെ പെർഫോമൻസിനെ ഒരൊറ്റ നമ്പർ ആക്കി പറയുന്നതാണ് ഈ ഇൻഡെക്സുകൾ. ഇന്ത്യയിൽ മേജറായിട്ട് 2 ഇൻഡൈസസ് ഉണ്ട്. ഒന്നാമത്തേത് നിഫ്റ്റി 50 ആണ്. NSE എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലെ ടോപ്പ് 50 കമ്പനീസിന്റെ പെർഫോമൻസ് ആണ് ഈ ഇൻഡെക്സ് നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമത്തെ ഇൻഡെക്സ് അത് സെൻസെക്സ് ആണ്. BSE എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലെ ടോപ്പ് 30 കമ്പനീസിന്റെ പെർഫോമൻസ് ആണ് ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത്. ഓരോ ഇൻഡെക്സുകളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വരുന്ന സ്റ്റോക്കുകളെ പല രീതിയിലായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓരോ സ്റ്റോക്കുകൾക്കും പല രീതിയിലുള്ള വെയിറ്റേജ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. വലിയ കമ്പനികൾക്ക് വലിയ വെയിറ്റേജും ചെറിയ കമ്പനികൾക്ക് ചെറിയ വെയിറ്റേജും ആയിരിക്കും ഇൻഡെക്സിൽ ഉണ്ടാവുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞ ഈ 2 ഇൻഡൈസസിനും പുറമെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ഇൻഡെക്സുകൾ അവൈലബിൾ ആണ്. ഓരോ ഇൻഡെക്സിനെയും നമുക്ക് ഓരോ ബാസ്ക്കറ്റുകളാക്കി കൺസിഡർ ചെയ്യാം. ഓരോ ബാസ്ക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റിന്റെ പല കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ വർഷം 10% റിട്ടേൺസ് തന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കിക്കൊണ്ടാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഓരോ കൺട്രീസിനും അവരുടേതായിട്ടുള്ള മേജർ ഇൻഡൈസസ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ വാരൻ ബഫറ്റിന്റെ കേസിൽ പറഞ്ഞ S&P 500 എന്ന് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റിന്റെ ഇൻഡെക്സ് ആണ്. അവിടെ തന്നെ ഡോ ജോൺസ്, നാസ്ഡാക്ക് എന്ന് പറയുന്ന മറ്റു പല ഇൻഡൈസസുകളും അവൈലബിൾ ആണ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം ഇനിയും വളരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരും. ഇപ്പൊ പറഞ്ഞ ടോപ്പ് കമ്പനീസ് എല്ലാം തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്തും തരും. ശരിയല്ലേ? ഇനി നമ്മൾ പറഞ്ഞ ഇൻഡെക്സ് ഫണ്ട് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻഡെക്സ് ഫണ്ടിന് ഒരു ഫിക്സഡ് ആയിട്ടൊരു ജോലി ഉണ്ട്. നിഫ്റ്റി 50 ആണ് ഇൻഡെക്സ് എങ്കിൽ ആ നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. പല പല സ്റ്റോക്കുകളെ ചേസ് ചെയ്യാനോ മൾട്ടി ബാഗ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് അവർ കളക്ട് ചെയ്യുന്ന പൈസ ഈ നിഫ്റ്റി 50ക്ക് താഴെ വരുന്ന 50 സ്റ്റോക്കുകളിലോട്ടായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നല്ല സ്റ്റോക്ക് പൊട്ട സ്റ്റോക്ക് എന്ന് നോക്കാതെ ഇൻഡെക്സ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണോ അതിലേക്ക് ഓരോന്നിന്റെ വെയിറ്റേജ് അനുസരിച്ചായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിലോട്ട് നിങ്ങൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫണ്ട് മാനേജർ ഈ 10,000 രൂപയെ അതിന് താഴെയുള്ള 50 സ്റ്റോക്കുകളിലേക്കും സെയിം പ്രൊപ്പോർഷനിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. വലിയ വലിയ ഡിസിഷൻസ് ഒന്നും തന്നെ ഫണ്ട് മാനേജർക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിഫ്റ്റി 50യിൽ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ വെയിറ്റേജ് 10% ആണെന്ന് വിചാരിക്കുക.
10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ 10% 1,000 രൂപ ഈ സ്റ്റോക്കിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. HDFC ബാങ്കിന്റെ വെയിറ്റേജ് 8% ആണെങ്കിൽ 8% 800 രൂപ ഈ സ്റ്റോക്കിലോട്ട് അലോക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ആ ഇൻഡെക്സിന്റെ കീഴിലുള്ള ഓരോ സ്റ്റോക്കിലേക്കും അതിന്റെ വെയിറ്റേജ് അനുസരിച്ചായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു ആക്റ്റീവ് ഫണ്ടിൽ അതിന്റെ ഫണ്ട് മാനേജർ ഡെയിലി റിസർച്ച് ചെയ്ത് ഏത് സ്റ്റോക്ക് ബൈ ചെയ്യണം, ഏത് സ്റ്റോക്ക് സെല്ല് ചെയ്യണം, വലിയ റിട്ടേൺസ് കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ഇൻഡെക്സ് ഫണ്ടിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു ഡിസിഷൻസും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വല്ലപ്പോഴും വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് പോലും ആക്റ്റീവ് ഫണ്ടിന്റെ അത്ര തന്നെ റിട്ടേൺസ് പലപ്പോഴും ഇൻഡെക്സ് ഫണ്ട് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മുൻപ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിന്റെ വീഡിയോ കാണാൻ മറക്കരുത്. അത് ചാനലിൽ അവൈലബിൾ ആണ്. ഇത്രയും കേട്ട സമയത്ത് ഇൻഡെക്സ് ഫണ്ട് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മളിത് ചൂസ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ റീസൺ, ചെലവ് കുറവാണ്. മറ്റ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് പോലെ ഫണ്ട് മാനേജർ ഇവിടെ ആക്റ്റീവ് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ് അവിടെ വളരെ കുറവായിരിക്കും. ലോങ് പീരീഡിലോട്ട് നോക്കുമ്പോൾ വലിയ റിട്ടേൺസ് നേടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ടാവും. രണ്ടാമത്തെ റീസൺ, മാർക്കറ്റിന്റെ കൂടെ തന്നെ നമുക്കും ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ടായിരിക്കും. പല പല സ്റ്റോക്കുകൾ തേടി നടക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ടെൻഷൻ ഇല്ലാതെ തന്നെ ഇൻഡെക്സ് ഫണ്ടുകളിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാം. മൂന്നാമത്തെ റീസൺ, അത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നിങ്ങൾ ഒരു ഇൻഡെക്സ് ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ ഒരേ സമയം പല പല സെക്ടേഴ്സിലോട്ടും പല പല കമ്പനീസിലോട്ടുമായിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 50 കമ്പനീസിലോട്ടും ഏകദേശം 13ഓളം സെക്ടേഴ്സിലോട്ടുമായിട്ടാണ് ആ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നത്. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവായിരിക്കും. ഇതുപോലെയാണ് ഓരോ ഇൻഡെക്സ് ഫണ്ടുകളും ചെയ്യുന്നത്. നാലാമത്തെ റീസൺ, ഇൻഡെക്സ് ഫണ്ടുകൾ വളരെ സിമ്പിൾ ആണ്. ഏത് ഇൻഡെക്സ് ഏതിനെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കാനും നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് വ്യക്തമായി തിരിച്ചറിയാനും എളുപ്പമായിരിക്കും. അഞ്ചാമത്തെ റീസൺ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വളരെ സ്യൂട്ടബിൾ ആണ്. ലോങ് ടേമിൽ അധികം ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വാല്യൂ ഗ്രോ ചെയ്യിക്കാൻ ഇൻഡെക്സ് ഫണ്ട് ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അധികം തലവേദന ഇല്ലാതെ മാർക്കറ്റിന്റെ ഗ്രോത്ത് ഫോളോ ചെയ്ത് വെൽത്ത് സൃഷ്ടിക്കാനായിട്ട് ഇൻഡെക്സ് ഫണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. നിഫ്റ്റി 50യുടെ ഇന്നത്തെ വാല്യൂ 25,000 ആണെങ്കിൽ 1995 അതിന്റെ വാല്യൂ 1000 ആയിരുന്നു. 30 വർഷം കൊണ്ട് 25 ഇരട്ടിയാണ് അതിന്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് ഇൻഡെക്സ് ഫണ്ടിന്റെ കോർ ഐഡിയ. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് മാത്രമല്ല കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെല്ലാം പുറമെ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ഫണ്ട്, നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട്, അങ്ങനെ പല പല ഇൻഡെക്സ് ഫണ്ടുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട്. ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആയിട്ടുള്ള എനിക്ക് ഇത് പറയാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇൻഡെക്സ് ഫണ്ടുകൾ ഒന്നും തന്നെ റിസ്ക് ഇല്ലാത്ത റിട്ടേൺസ് അല്ല നമുക്ക് തരുന്നത്. ഇതൊരു ഇക്വിറ്റി ഫണ്ടാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാ രീതിയിലുള്ള നെഗറ്റീവ്സ് ഇതിനും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ റിസ്ക് ആണ്, ഇൻഡെക്സ് ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഫോൾ ആവുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും അവിടെ നഷ്ടത്തിലോട്ട് പോകും. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡ് പോയിന്റ്, കോൺസെൻട്രേഷൻ റിസ്കിനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ്, ഷോർട്ട് ടേം ഗോൾസിന് ഇത് സ്യൂട്ടബിൾ അല്ല. ഷോർട്ട് പീരീഡിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈസ ഇൻഡെക്സ് ഫണ്ടുകളിലേക്കോ മറ്റ് ഇക്വിറ്റി ഫണ്ടുകളിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് കൂടുതലാണ്. കാരണം ഷോർട്ട് പീരീഡിൽ ഉണ്ടാകുന്ന മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ വലിയ നഷ്ടം വരാൻ സാധ്യത കൂടുതലാണ്. നാലാമത്തെ പോയിന്റ്, ഇൻഡെക്സ് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾ വലിയ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇൻഡെക്സ് ഫണ്ട് ആ മാർക്കറ്റിനെയാണ് ഫോളോ ചെയ്യുന്നത്. നോർമൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്ത റിട്ടേൺസ് എന്താണോ അത് മാത്രമേ നിങ്ങൾ ഇൻഡെക്സ് ഫണ്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. മൾട്ടി ബാഗർ റിട്ടേൺസ് ഒന്നും നിങ്ങൾ ഇൻഡെക്സ് ഫണ്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ നമുക്ക് 2 വഴികളുണ്ട്. ഒന്ന് SIP വഴിയാണ്, മറ്റൊന്ന് ലംസം ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു റെഗുലർ എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ SIP ആയിട്ട് ഇൻഡെക്സ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് അവൈലബിൾ ആണെങ്കിൽ ഒരുമിച്ച് അത് ഇൻഡെക്സ് ഫണ്ടിലേക്ക് ലംസം എന്ന രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് അതൊരു ഡയറക്റ്റ് ഫണ്ടാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം റെഗുലർ ഫണ്ടുകളിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എക്സ്പെൻസ് റേഷ്യോ വളരെയധികം കൂടുതലായിരിക്കും. ഓവർ ദ പീരീഡ് നിങ്ങൾക്ക് കിട്ടേണ്ട വലിയ റിട്ടേൺസ് ആയിരിക്കും അത് ഇല്ലാതാക്കുന്നത്.
ഇത്രയും കാര്യം കേട്ടപ്പോൾ വേൾഡിലെ സ്മാർട്ടസ്റ്റ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരൻ ബഫറ്റ് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഇൻഡെക്സ് ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.